ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത സംഭവം, അറസ്റ്റ് ചെയ്തു, ഒരു ദിവസം ജയിലിലിട്ടു, പിറ്റേ ദിവസം തന്നെ ജാമ്യം കിട്ടി. പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് രേവന്ത് റെഡ്ഡി എന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ്. കാരണം അവർ തമ്മിലുള്ളൊരു രാഷ്ട്രീയ കളി മൂലമാണ് അല്ലു അർജുനെ ഒരു ദിവസം ജയിലിലിടാൻ കാരണമാക്കിയത്. കാരണം പുഷ്പ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തിക്കും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചതിന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു ജയിലിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ളൊരു കാര്യമാണ്. കാരണം അല്ലു അർജുൻ എന്ത് തെറ്റ് ചെയ്ത? അല്ലു അർജുൻ അഭിനയിച്ച സിനിമ നമ്മളെല്ലാവരും ആ സിനിമയെ ട്രോൾ ചെയ്താണ്, കേരളം മുഴുവൻ ട്രോൾ ചെയ്താണ്. പക്ഷേ ആ സിനിമ ഇന്ന് 1000 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും വമ്പൻ വിജയമായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അല്ലു അർജുൻ്റെ പോലെ അത്രയും ഫാൻസുള്ളൊരു ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ആരുമില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരും ഇല്ല എന്ന് തോന്നുന്നു. കാരണം മോശം അഭിപ്രായം വന്ന സിനിമയായി പോലും 1000 കോടിക്ക് സിമ്പിളായിട്ട് അടിച്ചുകൊണ്ട് മുന്നേറണം. അപ്പോൾ അല്ലു അർജുൻ്റെ ഈ സിനിമ വന്നപ്പോൾ അതിലുണ്ടായ തിക്കും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളതിന് വേണ്ടി അത് പറഞ്ഞുകൊണ്ട് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സംഭവം, അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ജയിലിലടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം മോശമുള്ളൊരു കാര്യം കേരളത്തിലാണെങ്കിൽ നടക്കും. മമ്മൂക്കയുടെ സിനിമ വന്നു, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ വന്നു, അതിൻ്റെ തിക്കും തിരക്കിലും പെട്ടിട്ട് ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അതൊക്കെയാണ് ആന്ധ്രയിലും കേന്ദ്രയിലൊക്കെ നടക്കുന്ന സംഭവം. ആ തിരക്കിൽ പെട്ട് മരിച്ച പെണ്ണിൻ്റെ കുഴപ്പമാണത്, അല്ലേ? ഇപ്പം നമ്മളെവിടെയെങ്കിലും തിക്കും തിരക്കിലും പെട്ട് മരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് അവനവനുള്ളതാണ്. അല്ലാണ്ട് മമ്മൂട്ടീനെ കാണാൻ പോയിട്ടും മോഹൻലാലിനെ കാണാൻ പോയിട്ടും തിരക്കിൽ പെട്ട് മരിച്ചു, തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ട് തിക്കും തിരക്കിലും പെട്ട് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അറസ്റ്റ് ചെയ്യാം? ഇത്രയും ബോധമില്ലാത്ത ജനങ്ങളാണല്ലോ. എന്തായാലും അല്ലു അർജുന് ഇതൊന്നും വിഷയമല്ല. പക്ഷേ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതിൽ 100% ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. 100% നമ്മളായാലും അതിന് എതിര് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ.